അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒറ്റപ്പാലത്തെ പിടികിട്ടാ പുള്ളി. അപ്പൊ തുടങ്ങല്ലേ. ഇൻട്രോവേർട്ട് സമാൻ അസ്സലാമു അലൈക്കും. എന്താ മക്കളെ പാട്? എൻ്റെ പാട് പിന്നെ 2-3 ദിവസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. മൊത്തത്തിൽ പോസ്റ്റാണ്, കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാംഗ്ലൂർ പോണത് തന്നെ. 2-3 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും നാട്ടിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് തന്നെ. വേറെ ഒന്നുമല്ല, കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പെട്ടു കുറച്ച് കാര്യത്തിൽ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. എന്തായാലും ഒരു വഴിക്കിറങ്ങില്ലേ, കഴിക്കാനുള്ളൊന്നും മേടിച്ചില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അങ്ങനെ ആദ്യത്തെ ചായ സേലത്തുനിന്ന് തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഒരു ലോങ് ഡ്രൈവ് എടുക്കുന്നത്. അതിൻ്റേതായ ഒരു പാളിച്ചൊക്കെ ഉണ്ട്. ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോളൂ. ഓക്കെ, ഇനി 5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. മൊത്തം ഒന്നും എടുക്കാനെ കൊണ്ട് എന്തായാലും പറ്റില്ല. കുറച്ച് കഴിഞ്ഞതും സൈഡാക്കി ഞാൻ കിടന്നുറങ്ങും. അയ്യോ അല്ല, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങും. മൈൻഡ് മൊത്തത്തിൽ തീരെ ശരിയൊന്നും അല്ല. പിന്നെ അവിടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്നിട്ട് തിന്നാനൊന്നും കിട്ടിയില്ല. അപ്പോൾ ചായ കുടിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. ഗുഡ് മോർണിംഗ്. വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ ഇടയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഫുഡിങ് പിന്നെ മസ്റ്റാണല്ലോ. വിശക്കുന്നില്ലേ? ശരിക്കും നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതേപോലത്തെ വീടും സ്ഥലം കാണുമ്പോൾ എന്തായാലും ഓർമ്മ വരുന്നുണ്ട്. പണ്ട് ഷിമോഗയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് സെയിം സ്ഥലമായിരുന്നു. ഐ മീൻ ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു കംപ്ലീറ്റ്. പിന്നെ അതുപോലെ തന്നെ അന്ന് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് തല്ലുണ്ടാക്കിയിട്ടാണ് പോണത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂരിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് മാറിക്കണം തന്നെ, അതും കർണാടകയുടെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഷിമോഗയിൽ. അതും അവിടെ ആ ഹോസ്പിറ്റലിൽ വെച്ചാൽ കേരളത്തിൽ നിന്നും മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവ്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ് അവൾ. പക്ഷേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന സമയത്തൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല സംഭവം. അവിടെ ഉള്ളവർക്കൊക്കെ ഇംഗ്ലീഷും കന്നഡയും അത് മാത്രമേ അറിയുള്ളൂ. എനിക്ക് രണ്ട് സാധനം അറിയേണ്ട ഞാൻ അവിടെ പോണത്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം ആയപ്പോഴത്തേക്കും ഞാൻ സംഭവം കിട്ടിയതല്ലോ എന്ന് വിചാരിച്ച്. എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയും ഒറ്റയ്ക്കല്ലേ മാറിക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ ചാടിത്തുള്ളിയൊക്കെ പോയി അങ്ങോട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്ന് അവിടെ നിന്നത് ഏറ്റവും നല്ലൊരു ഡിസിഷനായി എന്നുള്ള ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ട് കുറച്ചൊക്കെ ഇപ്പം ഞാൻ എവിടെ പോയാലും കുഴപ്പമില്ലാണ്ട് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കും. ആ ഒരു 1 ഇയർ അവിടെ അത്രയും കഷ്ടപ്പെട്ടോണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ കാണിച്ചില്ലേ, ഇതാ മറ്റേ വീഡിയോ ടൈപ്പ് അത് കാണിച്ചില്ലേ. അപ്പം അങ്ങനത്തെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയിലൊക്കെ സംഭവം ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് 3 വർഷത്തോളം ആയിക്കണ്. പക്ഷെ എപ്പോഴും എനിക്ക് എങ്ങനെ ഓർമ്മയിൽ വരും ആ വഴി പോകുമ്പോഴും. പക്ഷെ ഇതിപ്പോൾ കാണിച്ചത് കുറച്ച് ഹൈവേയിൽ ഒരു സൈഡിലിപ്പോൾ കാണിച്ചത്. അതെന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിക്ക് ഒരു 200 കിലോമീറ്ററൊക്കെ ഉള്ളിക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം. അത്രയും റൂറൽ ഏരിയ ആണത്. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനത്തെ കറണ്ട് പോലും ഇല്ലാത്ത അത്രയും റൂറൽ ഏരിയ. നമ്മൾ ഈ പണ്ട് മോഹൻലാലിൻ്റെ ഒരു ഫിലിം കണ്ടില്ലേ, ഹള്ളിയിലേക്കുള്ള വഴി. എക്സാക്ട് അന്നൊക്കെ ഫിലിം കാണുമ്പോൾ വിചാരിച്ചു ശരിക്കും ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടോ എന്നുള്ള വിചാരിച്ചു. ശരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. എക്സാക്ട് ആ പ്ലേസും അവിടുത്തെ ആ ടൈപ്പ് ആൾക്കാരുമാണ് നമ്മൾ ഇന്റേൺഷിപ്പിനൊക്കെ ക്യാമ്പിനൊക്കെ എടുക്കാൻ പോകുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. There's been so many things that's held us down, but
നോക്കി ആ മരത്തിൽ നിന്ന് എടുത്തതാ തോന്നുന്നുണ്ട് മാങ്ങ. കാണുന്നുണ്ടോ? വീണ്ടും വഴി തെറ്റി. ഇതിപ്പോൾ എത്രാമത്തെ വഴി തെറ്റില്ല? 4ാമത്തെ. ബാംഗ്ലൂർ എത്രനാട്ടിൽ പിന്നെ 4ാമത്തെ വഴി തെറ്റിലാണ് ഇപ്പോൾ. ഇത് കുഴപ്പമില്ല, റെഡിയാവും. സമയത്തൊരു 11:22. രാവിലെ തൊട്ട് പട്ടിണിയാണ്. എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ ഈ ഭാഗത്ത്? സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഒരു 4 ചായയിലും കഴിയേണ്ടതാ. 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചായ പോലും കിട്ടിയില്ല. അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ അല്ലേ ചായ കുടിക്കാൻ നിർത്തിയത്? അത്ര വലിയ നല്ല ചായ ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ല, കുടിച്ചു നോക്കാം. 2 ചായ ചൂട്ടി. ചൂടായി വരുന്നുള്ളൂ തോന്നുന്നുണ്ട് ചായ. ചായ ചൂടായി വരുന്നുള്ളൂ, തിളപ്പിച്ചിട്ടേ ഉള്ളൂ. സമാവാർ ടീ. അക്ക ചേച്ചി 20 രൂപ ചായക്ക്. എന്നിട്ട് എണീക്കതുണ്ടായിരുന്നില്ലല്ലോ, ഉറങ്ങന്നെയായിരുന്നു. അപ്പൊ ഏത് വഴിക്ക് പോയാലും അങ്ങനെ തന്നെ നമ്മുടെ അവസ്ഥ. ഹലോ, ഇല്ല 1 മണി. ഞങ്ങളിപ്പോ ഇതാ പോയിട്ടിരിക്കുന്നത്. അല്ല, ഈ ഒരു സെറ്റപ്പായിരുന്നു പണ്ട് ഞങ്ങൾ ഇന്റേൺഷിപ്പിന് ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ കാണിച്ചില്ലേ, അതേപോലത്തെ സ്ഥലത്ത് ഷെഡൊക്കെ കെട്ടിയിട്ടായിരുന്നു ഇന്റേൺഷിപ്പിന് നമ്മൾ ക്യാമ്പിന് പോകുമ്പോൾ. അന്ന് ഒരു ബസ്സിലാവും പോവുക, ഒരു ഡോക്ടർ, ഒരൊറ്റവും, അങ്ങനെ പിന്നെ കുറച്ച് അവിടുത്തെ VCT സ്റ്റുഡൻസ്, അങ്ങനെ കേട്ട് കുറച്ച് സ്റ്റാഫുകളായിട്ടാണ് പോക്ക്. കാലി ബസ്സായിട്ട് പോവും, വരുമ്പോൾ ഒരു ബസ് നിറച്ച ആൾക്കാരായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. അങ്ങനെയായിരുന്നു. പക്ഷെ അന്നൊക്കെ അത് ആലോചിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പിടിച്ച പരിപാടിയായിരുന്നു ഈ ക്യാമ്പിന് പോക്ക്. കാരണം നമുക്ക് ആകെ ചിലപ്പോൾ ഒരു സൺഡേ ഒക്കെയും ഫ്രീ ഉണ്ടാവുക, സൺഡേ പിടിച്ചിടുകയും ചെയ്യും ക്യാമ്പിനൊക്കെ. അതും പുലർച്ചെ 5 മണിക്കൊക്കെ പോകേണ്ടി വരും ക്യാമ്പിനൊക്കെ. പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ടൈമായിരുന്നു അത്. ഏറ്റവും മിസ് ചെയ്തൊരു ടൈമാണ്. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു ക്യാമ്പ്, ഇന്റേൺഷിപ്പിൻ്റെ ആ ടൈം. അത് വേണം. ഇതെന്താ സാധനം? പിയറാണോ ഇത്? നല്ലതാണോടെ? നല്ലതാണോ? ഇനി കുറച്ച് ഞായിരിക്കട്ടെ. മനി ഒരു ഫോട്ടോ. ഇതെല്ലാം പാടി ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഏതോ ഒരു പോലീസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലത്തെ പോലീസുകാരെ പോലെയല്ല. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ വലിയ ബ്ലോക്കില്ലാണ്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും. ഇതാ അവിടെ അങ്ങനത്തെ ഏതായാലും 1-2 മതി. പിന്നെ ആ ഭാഗത്ത് കൂടെ തന്നെ കടന്നു പോകാൻ പറ്റില്ല, അങ്ങനെ ബ്ലോക്കാക്കി തരും. ഓരോ വട്ടം ബാംഗ്ലൂർ വരുമ്പോഴത്തേനും, ഓരോ വട്ടം നാട്ടിൽ പോയി വരുമ്പോഴത്തേനും ഓരോരോ മാറ്റങ്ങൾ അവിടെ. രസമില്ലേ? ദേ ഈ കാണുന്നതാണ് ബാംഗ്ലൂർക്കുള്ള അവസാനത്തെ കവാടം. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈ കയ്യിലാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയെന്ന് അറിയാം. നീ എന്തൊക്കെ വള്ളിമലയുണ്ട്. പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ വള്ളിമലകളും നമ്മൾക്ക് അവിടെ എത്തിയാൽ കിട്ടുന്നതായിരിക്കും, അല്ലേ? അതെ. വെൽക്കം ടു ഇലക്ട്രോണിക് സിറ്റി. വമ്പം മഴ. നമ്മൾ അവിടുന്ന് വരുന്ന തൊട്ട് ഇവിടെ വരെ മഴയില്ല. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ. നല്ല സ്ഥലത്ത് കാലുകുത്തി അങ്ങനെയാണ് അത്ര. ഇനിയാണ് ഒരു കേസ് കേൾവി.
അങ്ങനെ അതേ മടിവാള എത്തി മക്കളെ, മടിവാള എത്തി മക്കളെ എത്തി. ഇനി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ കാഫിലേക്ക് പോവാം. ഒന്നും കഴിച്ചിട്ടില്ല, പോയിട്ടെല്ലാം കഴിക്കും. ഇതാണ് കഴിഞ്ഞ മാസത്തെ ബാംഗ്ലൂരത്തെ 9ാമത്തെ റൂം. അതിപ്പോൾ മാറും, തുറക്കാൻ പറ്റുന്നില്ല. കുഞ്ഞാ കുഞ്ഞാ നോക്കിയേ, എന്താ ഇപ്പഴാ മനസ്സിലായോ? അതുണ്ട് ഇപ്പഴാണോ മനസ്സിലായേ? ഇപ്പഴാണോ എനിക്ക് മനസ്സിലായേ? എൻ്റെ വാലൂക്ക് ഇതൊക്കെ കാണിച്ചു. അയ്യോ കമോൺ കമോൺ. നീ എങ്ങോട്ട് ഒരു കഴിക്ക്, വലിച്ചു കയറി കഴിക്ക്. തിന്നങ്ങട് ഉള്ളി. എങ്ങനെയുണ്ട് ബിരിയാണി, കൊള്ളാമോ? അടിപൊളിയാണ്. ഇവിടെ മടിവാള വന്നാൽ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സ്പോട്ടാണിത്, കഫേയിൽ. ഞങ്ങളുടെ അയോട് പറയല്ലേ, കയറുക, നല്ല ഫുഡാണ്. കുറ്റം പറയാം മാറ്റേ. ഇതാണ് മുഹമ്മദ് ക, മാസ്റ്റർ ഷെഫ്. എന്താണ് കഫേയെ കുറിച്ച് പറയാനുള്ളത്? കഫേനെ കുറിച്ച് പറയാനുള്ളത് പറയൂ, അറിയട്ടെ. നാട്ടിലൊക്കെ ഇവിടെ ഒരു ചായക്കട തുടങ്ങിയെന്ന്, അതായത് കഫേ എന്ന് പറയുമ്പോൾ ചായക്കട എന്നുള്ളൊരു ഇതാ മൈൻഡിൽ പോണത്. അപ്പോൾ അതിന് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളുമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ഈ ബാംഗ്ലൂരത്തെ ഏറ്റവും വലിയ ഇടുക്കടകട് ആ ഓതർക്കാണ്ട് അല്ലേ അല്ല. അതും പറഞ്ഞ് ഊക്കാതെ വിചാരിക്കണ്ട. നാട്ടിലത്തെ പിടികിട്ടാപ്പുള്ളിയാണിത്, ഒറ്റപ്പാലത്തെ പിടികിട്ടാപ്പുള്ളി പ്രവീൺ. ഞങ്ങള് നാട്ടിൽ നിന്ന് എവിടെ വരുന്നത്? ഇന്ന് പോവും. ഇതാണ് ഇവിടുത്തെ ചേച്ചി, ചായടിക്കാരിയില്. ഇത് കൊച്ചു വലിയ കുക്ക്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ, അടിപൊളി. ഇത് ജിനിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ ടീം മേക്കർ റെസ്റ്റിലായിരുന്നു, ഇപ്പോൾ വന്നോളൂ. പിന്നെ ഈ മുതൽ ഞങ്ങളുടെ മെയിൻ കസ്റ്റമറാണ്. ഞങ്ങളുടെ കടയുടെ പകുതി വരുമാനം വരുന്നത് ഇവിടുന്ന്. അവിടുന്ന് ജ്യൂസ് മേടിക്കും, ഇവിടെ ഒന്ന് കുടിക്കും. അതാണ് മെയിൻ വിനോദം. ഇത് സാനിയ. ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോയ ജിമ്മത്തെ ട്രെയിനറായിരുന്നു, ഇപ്പം ഞങ്ങളുടെ ഒപ്പം കൂടി. സ്റ്റൂല് വേറെ പണിയൊക്കെ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. ഓ ആയിക്കോട്ടെ. ചൂട് ചായ ആയിക്കോട്ടെ, ചൂട് ബൂസ്റ്റ്. എന്റെ കട ബൂസ്റ്റ് ചെയ്യാൻ ഇതൊന്നും പറയാൻ പറ്റില്ല.
അവന്റെ കൊടുത്തു. ആന്റി വയറിലാണ്. മേഡത്തിനെ കൂടെ സെൽഫി കിട്ടി. മൈക്ക് ഇവിടെ താക്കി വെക്കും. മേഡം നല്ല വീഡിയോസ് കാണാനുണ്ട്. വീഡിയോസ് അടുത്ത വീഡിയോ അതെ അതെ. കണ്ണുകൊണ്ടൊരു എക്സ്പ്രഷൻ കാണിച്ചു കൊടുത്തേ. ഞാൻ അവരുടെ വീഡിയോ എടുക്കട്ടെ. എടാ എന്നാന്നറിയാമോ നീ പറയുന്നത് ഇവിടെ 2 ഓയോ ഉണ്ട്. 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവരാ മറ്റേ ട്രാൻസുകൾ വരും, ആണുങ്ങളും ഉണ്ട്. അതെ മാത്രല്ല മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിൽ പറയുന്നറിയോ 80% ഇന്ത്യയിലെ ആണുങ്ങൾക്ക് ആണുങ്ങളെ ഇഷ്ടം കല്യാണം കഴിക്കാൻ. അതിനൊറ്റ ഉത്തമ എക്സാമ്പിൾ ആണ് നിൽക്കുന്നത്. ഇവനെ കണ്ട ദിവസം ഇവനെ പരിചയപ്പെടുത്തുമ്പോ ഞാൻ കണ്ടു. ഇവരെ പരിചയപ്പെടുത്തി ഒരു അന്നല്ല പോ ഒരു മേടത്താ ക്യാറ്റ് എടുത്താ ക്യാറ്റ് അടിക്കാം ഉമ്മ. അപ്പം അങ്ങനെ ഷോപ്പിൽ ഇരുന്നപ്പോൾ ആലോചിച്ചു നാളേക്ക് എനിക്കൊരു ആഡിൻ്റെ കൊടുക്കാണ്ട്. അപ്പം അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും മണി കഴിഞ്ഞല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ആദ്യം കപ്പ് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചേ ചെറിയ കപ്പിലെന്താ ഇവരെന്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ചെറിയ കപ്പിലെന്താ പട്ടികൾ കൊണ്ടുവന്ന് വെച്ച് വിചാരിച്ച്. ഇത് നോക്കി നോക്കി ഇതിൻ്റെ കളറ് നോക്ക്. ബിസ്ക്കറ്റൊക്കെ കോംപ്ലിമെൻ്റായി കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും കഴിച്ചാൽ റെഡിയാവും വിചാരിച്ചു. എന്താ ചെയ്യാൻ ചെയ്യും, എനിക്കിത് പറ്റില്ല. ഇതിൻ്റെ പേരിൻ്റെ ഭംഗിയുണ്ട് മേടിച്ചത് എസ്പ്രസോ എന്നൊക്കെ. ഈ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിട്ടില്ല. ഞാൻ കോഫി കുറേ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് കോഫി ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല. അതിൻ്റെ ആ ഒരു എസ്പ്രസോ എന്നുള്ള പേരായിട്ട് മേടിച്ചതാണ്. ആ കടുപ്പം എൻ്റെ ഒരു അറിവിൽ എന്താണെന്ന് വെച്ചാൽ ചത്തിരിക്കുന്നവർ ഉണർന്നിരിക്കാനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അത് തന്നെയല്ലേ ഇല്ലേ എസ്പ്രസോ ഇത്രയും കടുപ്പുള്ളൊരു കോഫി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് ആ ഭാഗത്ത് പോയി എടുക്കാം അല്ലേ? ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലോ. എന്നാൽ അല്ല പൈസ കൊടുത്താ ഉറപ്പല്ലേ പിന്നാലെ വരൂ. നല്ല സ്ഥലമല്ലേ? ഇവിടെ 2 സെൻറ്റ് സ്ഥലം മേടിക്കായിരുന്നു. വിശന്നിട്ട് വയ്യ. ഇവിടുന്ന് എന്തായാലും വേണ്ട. ഇവിടുന്ന് ആ എക്സ്പ്രസോ കുടിച്ചതിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. നമ്മൾ ലിപ്പൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ കയ്പ വരുന്നു ശരിക്കും ഉള്ളിക്ക്. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ പോവുകയാണ്. രാവിലെ 10-11 മണിക്ക് വന്നതാണ്. ഇപ്പോൾ സമയം 4 മണി 5 മണി ആവാറായി. ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും പോയിട്ട് ഞം തിന്നാം. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ നേരെ ഒന്ന് പോയി ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് കഫേ പോയിട്ട് വല്ലതും കഴിക്കണം. രാവിലെ തൊട്ട് പട്ടിണിയാണ്. ആ ഷൂട്ടിൻ്റെ അതിലങ്ങോട്ട് നിന്നുകൊണ്ട് തന്നെ ഒന്നും നടന്നില്ല. ഫുഡ് കഴിക്കുന്നു.
പോയിട്ട് വേണം കഫേയിൽ നിന്ന് വല്ലതും കഴിക്കാൻ. അങ്ങനെ വിശപ്പ് അധിക നേരമൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തായാലും വേണ്ടില്ല, കഴിക്കണേ. ബാംഗ്ലൂർ വന്നതിന് ശേഷം ഈ ഭാഗത്തൊക്കെ ബ്ലോക്കിലാണ്ട് ആദ്യമായിട്ടൊക്കെ കണ്ട്. പച്ചമാങ്ങയെന്ന് വിചാരിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. അങ്ങനെ 2 വർഷം പാക്ക് ചെയ്തിട്ട് വണ്ടി കയറ്റി. അങ്ങനെ ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച്. എന്തപ്പത് ബുദ്ധനാ തോന്നുന്നുണ്ട്. ഗണപതിയാ. മൂത്രമൊഴിക്കാൻ മുട്ടണം, എവിടെയെങ്കിലൊക്കെ ഒന്ന് സൈഡാക്ക്. വാഷ്റൂം ഇതേ, ജ്യൂസ് ഇതേ, എല്ലാം ഇതേ, വിശപ്പ് ഇതേ, വായു. നമ്മൾ 1.5 വർഷത്തെ സമ്പാദ്യങ്ങൾ ബാംഗ്ലൂർക്ക്. കുറച്ച് കഷ്ടപ്പാടും ദാരിദ്ര്യം മാറ്റി വെച്ച ബാക്കിയുള്ള സമ്പാദ്യങ്ങളാണ് ഈ കാണുന്നത്. ഇനി നെക്സ്റ്റ് പോകുമ്പോൾ ആകെ 2 ബാഗ്. എത്തുന്നവരെ തന്നെ ഇനി പരിപാടി, ബൈക്ക് റെസ്റ്റ് കൊടുക്കാൻ പാടില്ലല്ലോ. എത്തുന്നവരെ ബൈക്ക് റെസ്റ്റില്ലേ? വെറുതെ കുറച്ച് കാലം കോയമ്പത്തൂർ സേലം വഴി പോയിട്ട് കുറച്ച് സമയം അധികം കളഞ്ഞ്. ഈ വഴിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നായിരുന്നു. എന്താ പെക്കട്ടിന് പറയാ? ശരിയാലോ, പെക്കട്ടിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? അറിയോ നിങ്ങൾക്കറിയോ ഇംഗ്ലീഷിൽ എന്താ പറയാന്നുള്ളത്? എന്തത് ഇപ്പോഴും ചിന്തിക്കണത്? എന്തടിച്ചു നോക്കും ഇംഗ്ലീഷിലാണെങ്കിൽ എക്കട്ട്. ഗൂഗിൾ തപ്പിട്ട് ഈ വഴി എടുത്തിട്ട് ടോൾ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഈ വഴി എടുത്ത്. ഇതിപ്പോ എത്രാമത്തെ ടോളാ? നാലാമത്തെ 5ാമത്തെ ടോളപ്പത്. തിന്നാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വിചാരിച്ച് നിർത്തിയതാണ്. കഫേ സെറ്റപ്പ് പോലെ കണ്ടപ്പോൾ നിർത്തിയതാണ്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരു റെസിഡൻസ് ഏരിയ പോലെ എന്തോ ആക്കാൻ ഉള്ളൊരു സെറ്റപ്പായിരുന്നത്. ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷേ ആ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ കാണുന്ന ഓരോ പ്ലോട്ടിലും വീടും കാര്യങ്ങളൊക്കെ കയറ്റി ഈ ഏരിയനെ മാറ്റിയെടുക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളാണ് ഇവരുടേത്. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. ഈ സംഭവമാണ് അവിടെ വരാൻ പോകുന്നത്. അതായത് അവിടെ നിന്നല്ല, അത് ഈ കംപ്ലീറ്റ് പ്ലോട്ടില്ലേ. ഭംഗിയുണ്ടപ്പോൾ കയറിയതാണ്, വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ബാക്കിൽ ഒരാൾക്ക് ഇതുള്ള ഒഴിവുണ്ട് തോന്നുന്നു, കയറിയിരുന്നല്ലോ. മോന് പോയാലോ പിന്നല്ലേ? അവിടെ മാനുകൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മാനുകൾ പോകാൻ വേണ്ടി ഇങ്ങോട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. കണ്ടോ ചെടിയാണ്. ഇവിടെ നിർത്താൻ പാടില്ല എന്നുണ്ടോ? ല്ലേ അതന്നെ പറയണത്. പക്ഷെ മാനുള്ളടത്ത് അങ്ങനത്തെ എന്താ പുലിയോ കടുവയോ അങ്ങനെ എന്തോ ഒന്നുണ്ടെന്നല്ലേ? അങ്ങനെ എന്തോ ഒന്നുണ്ടെന്നാണ് അറിവ്. പിന്നെ വെറുതെ ഒരു എഴുതി വയ്ക്കും ഇവിടെ പുലി ഇറങ്ങാത്ത സ്ഥലത്ത്. എന്താണെന്നറിയില്ല. ആനൊക്കെ ചവിട്ടിക്കൊല്ലേ പറയുമ്പോഴും വലിയ പേടിയില്ല. ഒറ്റ ചവിട്ടി ചത്തോളൂല്ലോ. പുലിയൊക്കെ കഴുത്തിലൊക്കെ കടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ
എന്നാലും ചില കണ്ടില്ലേ പെടഞ്ഞ് പെടഞ്ഞ് ചാവണത്. അയ്യോ, അതാണ് ഏറ്റവും പേടി. ആനയുടെ ഒരു പുറം കണ്ടല്ലോ. ഇതത് എടുത്ത പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കൂടെ ഇവർക്ക്, ഒന്നും കാണുന്നില്ല. മയിലായി പറന്നു വാ മഴവിൽ തോൽക്കുമെന്നഴകേ മയിലേ. അപ്പം അത് പീലി വിടർത്തും, ഞാൻ പറയുന്നു. ഒരു കുണ്ടി അറിയാവാ പോവാ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഫുഡ് കഴിച്ചില്ല. മലയാളത്തിലൊക്കെ എഴുതിക്കണ് ഹോട്ടൽ. മലയാളത്തിലൊക്കെ ഹോട്ടൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. അപ്പോൾ ഓക്കെ, ബൈ.